നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേഘാലയയിൽ ഹണിമൂണിനിടെ ദമ്പതികളെ കാണാതായ സംഭവത്തിൽ വൻ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. ഭർത്താവിനെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ യുവതിയെ നേരത്തെ കാണാതായിരുന്നു. ഭാര്യയെ ജീവനോടെ കണ്ടെത്തിയ സംഭവത്തോടുകൂടി ഭർത്താവിന്റെ കൊലപാതകവും തെളിയുകയാണ്. ഭർത്താവിന്റെ മൃതദേഹം കണ്ടെത്തി ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഭാര്യയെ ജീവനോടെ കണ്ടെത്തിയത്. യുവതിയാണ് ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയത് എന്ന പോലീസ് വ്യക്തമാക്കുകയാണ്. അതായത് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഹണിമൂണിനായി പോവുകയായിരുന്നു. ആ ഘട്ടത്തിൽ ദിവസങ്ങൾക്ക് ശേഷം ഭർത്താവിനെ മരണപ്പെടുന്നു. കാണാനില്ല എന്ന ആദ്യ വാർത്ത വരുന്നു. പിന്നാലെ ഭർത്താവ് മരണപ്പെട്ടു എന്ന വിവരം വരുന്നു. മൃതദേഹം കിട്ടുന്നു. എന്നാൽ ഒപ്പമുണ്ടായിരുന്ന ഭാര്യയെ കാണാനില്ലായിരുന്നു. ഭാര്യയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ, വകവരുത്തിയോ എന്ന ഭയം എല്ലാവരും മുന്നോട്ട് വെച്ചു. എന്നാൽ പിന്നീട് ദിവസങ്ങൾക്കിപ്പുറം 17 ദിവസത്തിന് ശേഷം ഭാര്യയെ ജീവനോടുകൂടി കാണുകയാണ്. ഇപ്പോഴാണ് ഭാര്യ തന്നെയാണ് ഭർത്താവിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ നൽകിയത് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. യുവതിക്ക് മറ്റൊരു യുവാവുമായി പ്രണയബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഭർത്താവിനെ ഒഴിവാക്കാനാണ് അരുംകൊല ചെയ്തത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മധ്യപ്രദേശ് സ്വദേശികളായ ദമ്പതികളെയാണ് മേഘാലയയിലെ ചിറാപൂഞ്ചിയിൽ നിന്ന് മെയ് 23 മുതൽ കാണാതായത്. ഭോപ്പാൽ സ്വദേശികളായ രാജ രഘുവംശിയും ഭാര്യ സോനാതയുമാണ് കാണാതായത്. രാജ രഘുവംശിയുടെ മൃതദേഹം ലഭിച്ചതോടുകൂടിയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം നവവരനെ കൊലപ്പെടുത്താൻ യുവതി കൊലയാളികളെ വാടകയ്ക്ക് എടുത്തുവെന്നാണ് വിവരം. ഇൻഡോറിൽ നടന്ന ഒരാളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഭാര്യ ഉൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്തുവെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. മേഘാലയ DGP ഐ നോങ് റാങ് ആണ് കേസിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്. കേസ് തെളിയിച്ചതിന് മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മ പോലീസിനെ അഭിനന്ദിച്ചു. 7 ദിവസത്തിനുള്ളിൽ രാജ കൊലപാതക കേസിൽ മേഘാലയ പോലീസ് ഒരു പ്രധാന വഴിത്തിരിവ് കണ്ടെത്തി. മധ്യപ്രദേശിൽ നിന്നുള്ള 3 ആക്രമികളെ അറസ്റ്റ് ചെയ്തു. ഒരു സ്ത്രീ കീഴടങ്ങി. മറ്റൊരു ആക്രമിയെ പിടികൂടാനാണ് ഉള്ള ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാണാതായി 17 ദിവസങ്ങൾക്ക് ശേഷമാണ് സോനത്തിനെ കണ്ടെത്തുന്നത്. ഉത്തർപ്രദേശിലെ ഗാസിപൂർ ജില്ലയിലെ നഗ്ഗഞ്ച് പ്രദേശത്തെ ഒരു വഴിയോര ഭക്ഷണശാലയിൽ നിന്നാണ് സോനത്തെ കണ്ടെത്തിയത് എന്നാണ് റിപ്പോർട്ട്. കാണാതായ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് യുവതി വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം മകൾക്കെതിരായ കൊലപാതക കുറ്റം സോനത്തിന്റെ പിതാവ് തള്ളിക്കളഞ്ഞു. മേഘാലയ പോലീസ് കഥകൾ കെട്ടിച്ചമയ്ക്കുകയാണെന്നാണ് ആരോപിച്ചത്. വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിനെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും കാണുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വെള്ളിയാഴ്ച മേഘാലയയിലെ ചിറാപൂഞ്ചിക്കടുത്തുള്ള ഒരു മലയിടുക്കിൽ നിന്നാണ് യുവതിയുടെ ഭർത്താവ് രാജ രഘുവംശിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പാതി അഴുകിയ നിലയിലായിരുന്നു. കേസിൽ രഘുവംശിയുടെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ മെയ് 23-നാണ് രഘുവംശിയെയും ഭാര്യ സോനത്തെയും ഇൻഡോറിലെ ഹണിമൂൺ ആഘോഷത്തിനിടെ കാണാതായത്. ജൂൺ 2-ന് ചിറാപൂഞ്ചിനടുത്തുള്ള ഈ സൊഹാബിലെ ഒരു മലയിടുക്കിൽ നിന്നുമാണ് രാജയുടെ മൃതദേഹം കണ്ടെത്തിയതെന്നാൽ സോനത്തെ അന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കാണാതായ ദിവസം സോനത്തിനും രാജയ്ക്കുമൊപ്പം 3 പുരുഷന്മാരെ കണ്ടെത്തിയതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. 4 പുരുഷന്മാർ മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് പിന്നിലായി യുവതിയും ഉണ്ടായിരുന്നു. യുവതിയും പുരുഷന്മാരും ഹിന്ദിയാണ് സംസാരിച്ചത്. പക്ഷേ എനിക്ക് ഖാസിയും ഇംഗ്ലീഷും മാത്രമേ അറിയൂ എന്നതിനാൽ അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് തനിക്ക് വ്യക്തമായില്ല എന്നാണ് ഗൈഡ് പറയുന്നത്. മെയ് 22-ന് ദമ്പതികളെ നോംഗ്രിയാറ്റിലേക്ക് വഴികാട്ടാമെന്ന് ആൽബർട്ട് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ദമ്പതികൾ നിരസിക്കുകയായിരുന്നു. എന്നാൽ അവർ ഭവാൻസിയായി എന്ന മറ്റൊരു ഗൈഡിനെ നിയമിച്ചു. രാത്രി മുഴുവൻ ഷിപ്പാറ ഹോം സ്റ്റേയിൽ താമസിച്ചു. പിറ്റേന്ന് ഗൈഡില്ലാതെ തിരിച്ചെത്തി. ഞാൻ മൗലഖിയാത്തിൽ എത്തിയപ്പോഴേക്കും അവരുടെ സ്കൂട്ടർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നും ആൽബർട്ട് കൂട്ടിച്ചേർത്തു. ബിസിനസ്സുകാരനാണ് രാജ. ദമ്പതികൾ സഹാറയിലെ അതായത് ചിറാപൂഞ്ചിലെ കുന്നുകളിലേക്ക് പോയിരുന്നു. മെയ് 22-ന് വാടകയ്ക്കെടുത്ത സ്കൂട്ടറിൽ അവർ മൗലഖിയത്ത് ഗ്രാമത്തിലെത്തി. തുടർന്ന് നോർഗ്രിയാറ്റ് ഗ്രാമത്തിലെ പ്രശസ്തമായ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ കാണാൻ പോവുകയും രാത്രി അവിടെ തങ്ങുകയും ചെയ്തിരുന്നു. പിറ്റേന്ന് രാവിലെ ഹോം സ്റ്റേയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ഇരുവരും അപ്രത്യക്ഷരാകുന്നത്. അതിനിടെ രാജ രഘുവംശിയുടെ മൃതദേഹം മേഘാലയയിലെത്തിയ സഹോദരൻ വിപിൻ രഘുവംശി തിരിച്ചറിഞ്ഞു. മരണസമയവും മറ്റ് വിശദാംശങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിച്ചതിനു ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ട്രാൻസ്പോർട്ട് ബിസിനസ് നടത്തുന്ന കുടുംബമാണ് രാജ രഘുവംശിയുടേത്. മെയ് 11-നായിരുന്നു ഇരുവരുടെയും വിവാഹം. ദമ്പതികളെ തട്ടിക്കൊണ്ടുപോയതായാണ് രാജയുടെ സഹോദരൻ സച്ചിൻ രഘുവംശി നേരത്തെ പറഞ്ഞിരുന്നത്. ദമ്പതികളെ കണ്ടെത്താൻ സൈന്യത്തെ വിന്യസിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു.